കൊച്ചു കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷം തെക്കോട്ടുള്ള തൻ്റെ യാത്ര തുടരുവാൻ ഈശോ തയ്യാറായി. അപ്പോൾ ഒരു യുവാവ് തൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യണം? ഈശോ അവനോട് പറഞ്ഞു, നിത്യജീവൻ പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ കാക്കുക. ഏത് പ്രമാണങ്ങൾ? കൊല്ലരുത്, കളവ് പറയരുത്, കള്ളസാക്ഷ്യം വഹിക്കരുത്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം, വ്യഭിചാരം ചെയ്യരുത്, ഇവയാണ് പ്രമാണങ്ങൾ. ബാല്യം മുതൽക്ക് തന്നെ ഞാൻ ഇവയെല്ലാം അനുഷ്ഠിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഈശോ സ്നേഹത്തോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇനിയും ഒരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് ദാനം ചെയ്യുക. അങ്ങനെ നിന്റെ നിക്ഷേപം മുഴുവനും സ്വർഗത്തിലാകട്ടെ. പിന്നീട് വന്ന് എന്നെ അനുഗമിക്കുക. ഈ മറുപടി അയാളെ വല്ലാതെ ദുഃഖിപ്പിച്ചു. എന്തെന്നാൽ അയാൾക്ക് വളരെയധികം സ്വത്തുണ്ടായിരുന്നു. ഈശോ അയാളുടെ ദുഃഖഭാവം കണ്ട് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്രയോ പ്രയാസമുള്ള കാര്യമാണ്. ധനവാൻ സ്വർഗത്തിൽ കടക്കുന്നതിലും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടക്കുന്നതാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് ഇത് കേട്ടിട്ട് അത്ഭുതമായി. അവർ തമ്മിൽ പറഞ്ഞു, പിന്നെ ആരാണ് രക്ഷപ്പെടുക? ഈശോ അവരോടായി പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണ്. അപ്പോൾ പത്രോസ് ചോദിച്ചു, ഞങ്ങളുടെ കാര്യമോ? ഇതാ, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ പിന്തുടരുന്നു. ഈശോ കൽപ്പിച്ചരുളി, ദൈവരാജ്യത്തെ ചൊല്ലി വീടോ മാതാപിതാക്കന്മാരെയോ ഭാര്യയെയോ സന്താനങ്ങളെയോ ത്യജിക്കുന്ന ഏവനും ഇഹത്തിൽ അനേകമടങ്ങും പരത്തിൽ നിത്യജീവനും ലഭിക്കും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും.